ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വന സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ മിത്രയും ആര്യയും തമ്മിൽ പൊരിഞ്ഞ വഴക്ക് നടക്കുക കേട്ടോ. ആര്യനാണെന്നുണ്ടെങ്കിൽ മിത്രയുടെ വളരെ മോശമായിട്ട് പെരുമാറണം. അതിൽ കാരണവും ഉണ്ട്. കാരണം അലോക് എന്ന് പറഞ്ഞ വ്യക്തി അത്രമാത്രം ക്രൂരതകളാണ് ദേവമംഗലത്ത് ചെയ്തത്. അതെല്ലാം മറന്ന് സഹോദര സ്നേഹത്തിന്റെ പുറത്ത് മിത്ര പോകുമ്പോൾ ആര്യനെന്നല്ല ആർക്കും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ആര്യൻ നല്ല രീതിയിൽ തന്നെ മിത്രയായിട്ട് പിണങ്ങുന്നുണ്ടോ. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ പോലും ബാലൻ പറയുന്നുണ്ട്, മോളെ മിത്രെ ആര്യന് കുറച്ച് കറി ഒഴിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ മിത്ര കറി ഒഴിക്കാൻ വരുമ്പോൾ ആര്യൻ പ്ലേറ്റ് എടുത്ത് മാറ്റാണ്. അപ്പൊ ആ കറിയുടെ കുറച്ച് നമ്മുടെ ബാലന്റെ കൈകളിലും വീഴുന്നുണ്ട്. അയ്യോ അങ്ങളെ സോറി എന്ന് പറയുമ്പോൾ മോളെന്തിനാ സോറി പറയണത്, പ്ലേറ്റ് മാറ്റിയത് അവനല്ലേ എന്ന് പറയാണ്. ആര്യൻ അകത്ത് കയറി പോവാണ്. മീനാക്ഷി പറഞ്ഞത് വേറൊന്നല്ല, ആര്യൻ ഇത്രയും നാളായിട്ടൊരു ട്രാവലേഴ്സ് തുടങ്ങാൻ സാധിച്ചില്ലല്ലോ, അതിന്റെ വിഷമവും ബുദ്ധിമുട്ടൊക്കെയാണെന്നാണ് മീനാക്ഷി പറയണതെങ്കിലും നമ്മുടെ ബാലന്റെ കാര്യം മനസ്സിലായി അതല്ല, വേറെ എന്തോ പ്രശ്നമുണ്ടെന്ന്. ബാലൻ അതുകൊണ്ട് തന്നെ മിത്രടുത്ത് പറഞ്ഞിട്ട്, മോളെ കയ്യിൽ പറ്റിയ കറ നമുക്ക് കഴുകിയാൽ പോകും, പക്ഷെ മനസ്സിലെന്തിനും കറ പറ്റിയെങ്കിൽ അതെത്ര കഴുകിയാലും പോവില്ല എന്ന് പറഞ്ഞിട്ട് ബാലനകത്ത് കയറി പോകണ്ട. അത് കേൾക്കുമ്പോൾ മിത്രയ്ക്ക് ടെൻഷൻ ആവാട്ടോ. റൂമിലെത്തുമ്പോഴേക്കും മിത്രയുടെ കൂടെ കിടക്കാതെ ആര്യൻ വേഗം തന്നെ പായ എടുത്തിട്ട് നിലത്ത് വിരിച്ച് അവിടെ കിടക്കുവാട്ടോ. മിത്ര ചോദിക്കേണ്ട, ആര്യൻ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും, അതിന് മാത്രം ഞാൻ എന്ത് തെറ്റ് ആര്യ ചെയ്തത്? ഇത് കേട്ട് ആര്യനകെ ഷോക്കാവാണ്. നീ ചെയ്ത തെറ്റ് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ മിത്രേ? അത് നീ മനസ്സിലാത്ത പോലെ അഭിനയിക്കുകയാണോ? അവൾക്ക് അപ്പോഴേക്കും ജ്യേഷ്ഠ സ്നേഹമൊക്കെ വന്നു. എടി നീ പറയുന്നില്ല അലോക്, നിന്റെ അലവലാതി ചേട്ടൻ അലോക് ഈ കുടുംബത്തോട് എന്തൊക്കെ ക്രൂരത ചെയ്തിട്ടുണ്ട്. എടി ആ ദേവി എടുത്തിട്ട് കുഞ്ഞിനെ ഇല്ലാതാക്കിയതിനെ കാരണക്കാരൻ ആരാണ്? ഈ പറഞ്ഞ അലോകാണ്. എന്റെ അനിയത്തി അനുയുടെ ജീവിതം നശിപ്പിച്ചത് ആരാണ്? ഈ പറഞ്ഞ അനു അലോകാണ്. അത് മാത്രല്ല, അതുപോലെ തന്നെ അമ്മ അവിടെ പോയി നിന്നപ്പോൾ അമ്മക്ക് വിഷം കൊടുക്കാൻ വേണ്ടി നോക്കിയതും അലോക് തന്നെയാണ്. ഇതെല്ലാം ചെയ്തത് നിന്റെ ചേട്ടൻ തന്നെയാണ്. മീനാക്ഷരത്തിനെ ജയിലിൽ കയറ്റിയതും അവൻ തന്നെ. അങ്ങനെയുള്ളവൻ ജയിലിൽ പോയി കിടക്കണം, എനിക്കൊരു കുറ്റബോധവും ഇല്ല. അങ്ങനെയുള്ളവൻ ചാവണം, ജയിലിൽ കിടന്ന് ചാവണം, എങ്കിൽ മാത്രമേ ഈ നാട് നന്നാവുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ട് മിത്ര പറയണ്ട, ആര്യ മതി നിർത്ത്. ആര്യൻ ഈ പറയുന്നത് എൻ്റെ സഹോദരനെ കുറിച്ചാണ്. നിന്റെ സഹോദരനാണെങ്കിലും അച്ഛനാണെങ്കിലും തെറ്റാണെങ്കിൽ അത് തെറ്റാന്ന് പറയാൻ പഠിക്കണം ഇത്രേ. നീയൊക്കെ എന്ത് പോലീസുകാരിയാണ് ആവാൻ പോണത്? നോക്ക്, നീ എന്താണ് ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ എന്തോ ഒരു ഡയലോഗ് ആര്യം പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇത്ര പണ്ട്, ഓഹോ അപ്പൊ ഞാനിവിടെ ഇല്ലെങ്കിലും ഒന്നും ഇല്ലെന്നല്ലേ ആര്യൻ ഉദ്ദേശിച്ചത്? അതെ, നീ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും ഒരു ചുക്കും ഇല്ലെന്ന് ആര്യം പറയണോ? ഓഹോ അപ്പോൾ ഞാനിവിടുന്ന് പോയി തന്ന ആര്യന് ഒരു കുഴപ്പമില്ലല്ലേ? എനിക്കൊരു കുഴപ്പമില്ല, ശരി ഞാൻ പോയേക്കാം. നീ എവിടെ പോകും? ഓ, പുണ്യവനമായിട്ടുള്ള കൃഷ്ണമംഗലത്തേക്ക് പോകുമായിരിക്കും അല്ലെ? ചിലപ്പോൾ കൃഷ്ണമംഗലത്ത് പോയെന്ന് വരും. നീ അങ്ങോട്ട് പോ, അവരെ പുണ്യാഹം തളിച്ച് നിന്നെ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കും. നോക്കിക്കോ, എന്റെ മനസ്സൊന്ന് വേദനിച്ചാലേ എൻ്റെ അച്ഛനെ അറിയാൻ പറ്റും. എൻ്റെ അച്ഛൻ എന്നെ വന്ന് കൊണ്ടുപോകും. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാണെങ്കിൽ നീ പോയിക്കോ, പിന്നെ ഇങ്ങോട്ട് വരണ്ട എന്ന് ആര്യം പറയുന്നുണ്ട്. ആ സമയത്ത് മിത്ര ശരി അങ്ങനെ ആയിക്കോട്ടെ വേണ്ട മിത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം രാവിലെ തന്നെ നമ്മുടെ അനന്തനും അതുപോലെ തന്നെ നന്ദിതയും കൂടി വരുവാണ് മിത്രനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് കൃഷ്ണമംഗലത്തിലേക്ക്. മിത്ര ആഗ്രഹിക്കണോ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ അനന്തനും അതുപോലെ നന്ദിതയും കൂടി ആദ്യമായിട്ട് നമ്മുടെ ദേവമംഗലത്ത് കാലെടുത്ത് കുത്തുവാട്ടോ. എന്നിട്ട് മോളെ മിത്രേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും ഷോക്കായിട്ട് ഇവരെന്താ ഇവിടെ എന്ന രീതിയിൽ പുറത്തേക്ക് വന്നിരിക്കുമ്പോഴേക്കും അനന്തം പറയുന്നുണ്ട്, ഞാൻ പ്രശ്നത്തിനൊന്നും വന്നതല്ല, എൻ്റെ മോളെ മിത്രേനെ ഒന്ന് കാണാൻ വന്നതാണെന്ന് പറയണം. മിത്ര അപ്പോഴേക്കും ഓടി വരുന്നുണ്ട്. കാരണം ആര്യനോടുള്ള വഴക്കിട്ടിന്റെ ദേഷ്യവും ആ ഒരു വിഷമവും എല്ലാം തന്നെ മിത്രയുടെ ഉള്ളിലുള്ളത് കൊണ്ട് വേഗം തന്നെ ഓടി വരുവാണ് മിത്ര. അച്ഛ അമ്മേ എന്ന് പറയുമ്പോഴേക്കും നന്ദിത പറയണ്ട, മോളെ ഞങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. ഗോമതി പറയുന്നു, കൂട്ടിക്കൊണ്ടുപോകാന് എവിടേക്ക്? അവളെ ഈ വീട്ടിലെ കുട്ടിയാണ്, എവിടെയും കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെന്നില്ല. അനന്തം പറയുന്നുണ്ട്, അത് മിത്രയാണ് പറയേണ്ടത്. മോളെ മിത്രേ, നീ അച്ഛൻ വിളിച്ചാൽ വരില്ലേ മോളെ? നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് പോയാലോ എന്ന് ചോദിക്കേണ്ട പാതി കേട്ട പാതി കേൾക്കേണ്ട പാതി നമ്മുടെ മിത്ര, ഞാൻ വരും അച്ഛാ ഞാൻ വരും. ഇത് കേട്ട് മീനാക്ഷി പറഞ്ഞു, മിത്രേ നീ എന്തൊക്കെയാ കാണിക്കാൻ പോണത്? കൃഷ്ണമംഗലത്തേക്ക് പോകാൻ പോണോ? നിനക്ക് നാണമില്ലേ മിത്രേ? ഈ ചേട്ടൻ വളരെ മോശമാട്ടോ മിത്രേ. ചേച്ചി നിങ്ങളെല്ലാവരും ധിക്കരിച്ച് ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. അതെ ഞാൻ പോകുവാണ്, ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോവാണ്. എനിക്ക് എന്തായാലും ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ആരും എന്നോട് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഞാനിവിടെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന്. അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ നീ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ആർക്കെങ്കിലും സമാധാനം ഉണ്ടാവും നിനക്ക് തോന്നുന്നുണ്ടോ? മിത്രേ ഇവര് അവസരം മുതലെടുക്കുകയാണ്. അലോക് ജയിലിലായതിന്റെ അവസരം ഒരു മുതലെടുത്ത് നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയാണ്. അനു ഇവിടെ വന്നതിന്റെ വാശിക്ക് നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാ. മനസ്സിലായില്ലേ നിനക്ക്? ചേച്ചി എന്തൊക്കെ പറഞ്ഞു ശരി, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോകും എന്ന് മിത്ര ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. ബാലേട്ട ഇവള് പറഞ്ഞത് കേട്ടില്ലേ, ഇവള് പോകുവാണെന്ന്. അപ്പോൾ ബാലൻ പറഞ്ഞ, മോളെ മിത്രേ നീയും ആര്യനും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അത് പറഞ്ഞു തീർക്ക്. അല്ലാതെ ചെറിയ പ്രശ്നം ഉണ്ടാവും അത് അപ്പം തന്നെ ഓടി സ്വന്തം വീട്ടിലേക്ക് പോവാ, അതൊന്നും അത്ര നല്ലതല്ലേ മോളെ. ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ഞാനോ ഗോമതിയോ വേറെ ആരെങ്കിലും ഇതിന് മോശമായിട്ട് പെരുമാറിയോ? ഇല്ലല്ലോ. നിങ്ങൾ തമ്മിലുള്ള സൗന്ദര്യ പിണക്കം അതിന് തൊട്ടിനും പിടിച്ചെനിക്ക് വഴക്കുണ്ടാക്കി വീട്ടിൽ പോകണം അത്ര നല്ല സ്വഭാവമല്ല മിത്രേ എന്ന് ബാലൻ പറയുമ്പോഴേക്കും മിത്ര പറഞ്ഞിട്ട് ശരി ഞാൻ പോകുന്നില്ല, പക്ഷെ എൻ്റെ അടുത്ത് പോവണ്ടെന്ന് ആര്യം പറയണം, ആര്യം പറഞ്ഞ ഞാൻ പോവില്ല എന്ന് മിത്ര പറയാണ്. എടാ ആര്യ മോനെ പറയടാ. ദേ മിത്ര രണ്ടും കൽപ്പിച്ചിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എടാ നീ പറ, പോവരുതെന്ന് പറ, മിത്ര അടുത്ത് പോവരുതെന്ന് പറ, അമ്മ ഒന്ന് പോയിക്കേമേ. അങ്ങനെ തുമ്മിയ തെറിക്കണ മൂക്കാണെങ്കിൽ തെറിച്ചു പോട്ടെ. എടി നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോ, നിന്റെ അച്ഛനമ്മയിലെ വന്ന് വിളിച്ചേക്കണത്, പോ പോ, അവിടെ നല്ല സ്വീകരണം നിനക്ക് കിട്ടും, പൊയ്ക്കോ. അവിടെ നീ പോണം, പോയി കഴിയുമ്പോഴേ തേവമംഗത്തിന്റെ വില നീ മനസ്സിലാക്കുള്ളൂ മിത്രേ. നിന്നെ ഇത്രോ നാൾ ചേർത്ത് പിടിച്ച് നിന്നെ സഹായിച്ചതിനെ നീ ഇതന്നെ വേണം. ഓഹോ, അപ്പൊ സഹായിച്ചതിനെ കണക്ക് ചോദിക്കാണ് ആര്യനല്ലേ? അതെ, അത് മനസ്സിൽ വെക്കാത്ത ആൾക്കാർക്ക് കണക്ക് പറയുക തന്നെ വേണം. നീ ഇവിടുന്ന് പോയിങ്ങനെ ഞാൻ വിളിക്കാൻ വരുമെന്ന് വിചാരിക്കേണ്ട മിത്രേ. ഈ വീട്ടിൽ ആരെങ്കിലും വിളിച്ചാ നീ വന്നിങ്ങനെ അത് നിന്റെ നാണക്കേടാണ്, തോൽവിയാണെന്ന് വിചാരിച്ചോ? ഇല്ല, ഞാൻ വേറെ ആരും വിളിച്ചാൽ വരില്ല. ആരിന് എപ്പോ എന്നോട് മാപ്പ് പറഞ്ഞു വിളിക്കണോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ. അതിന് ഞാനിതിനെ നിന്നോട് മാപ്പ് വേണ്ടത്? അതിനെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? തെറ്റ് ചെയ്തത് നീയാണ്. എന്നിട്ട് നീ പറയണ ഞാൻ മാപ്പ് ചോദിക്കണോ? ഒരിക്കലുമില്ല. നീ പൊയ്ക്കോ, എവിടെ അയച്ചാ പൊയ്ക്കോ എന്ന് പറയാണ്. അച്ഛാ അമ്മേ നിങ്ങൾ എന്തൊക്കെ കേട്ടോണ്ടിരിക്കണത്? വാ പോവാ. അല്ല മോളെ, നീയും ആരും തമ്മിൽ ഇതൊരു പ്രശ്നമുണ്ടോ? അമ്മ അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങളെന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നതല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ? എനിക്ക് സാധനങ്ങളൊന്നും എടുക്കാനൊന്നുമില്ല, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനന്തന്റെയും അനന്തിതയുടെയും കൈ പിടിച്ച് മിത്ര പോകുവാട്ടെ. അപ്പൊ നമ്മുടെ മീനാക്ഷിയും ആകാശയും അതുപോലെ തന്നെ ആനന്ദും പിന്നെ ആര്യനെ ഒഴിച്ച് ബാക്കി എല്ലാവരും പറയുന്നുണ്ട് വേണ്ട പോവല്ലേ പോവല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ മിത്ര അതൊന്നും കേൾക്കാതെ പോവാണ്. അനു പൊട്ടിക്കരയാണ്. അപ്പൊ ആര്യം ചോദിക്കുന്നത് നീ എന്താണ് പൊട്ടിക്കരയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഞാൻ കാരണമല്ല ഏട്ടന്റെ ജീവിതം ഇങ്ങനെ ആയത്. അല്ല, ഏട്ടന്റെ ജീവിതം ആയതിനെ കാരണം നീയൊന്നുമല്ല, എല്ലാത്തിനും കാരണക്കാരൻ അലോകാണ്. പിന്നെ അവള് മിത്ര, അവൾക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ചേട്ടനോട് ഭയങ്കര സ്നേഹം. അവൻ ചെയ്ത തെറ്റും കുറ്റങ്ങളൊക്കെ അവള് മറന്നു. അങ്ങനെ മറക്കാൻ പറ്റാത്ത തെറ്റല്ലല്ലോ അലോക് ചെയ്ത്. അവൾക്കതങ്ങനെ മറക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവള് പോട്ടെ മോളെ, അങ്ങനത്തെ ഒരാൾ ഈ വീട്ടിൽ വേണ്ട എന്ന് തന്നെ ആര്യന് ഉറപ്പിച്ചു പറഞ്ഞ അകത്തേക്ക് കയറി പോകട്ടോ. ആര്യം പണ്ട് എന്റെ തീരുമാനം മാറില്ല, എനിക്ക് ജോലിക്ക് പോകാൻ സമയം എന്നിട്ട് ആര്യന് ജോലിക്കും പോകുന്നുണ്ട്. മിത്ര കൃഷ്ണമംഗലത്ത് വന്നിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പോ നന്ദിത പറഞ്ഞ മോളെ നീയും ആരും തമ്മിൽ പ്രശ്നമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് കേട്ട് രാജശ്രീയും അതുപോലെ തന്നെ അച്യുതനും വരുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണോ ഇടത്തി, ആര്യൻ അത്ര നല്ലവനൊന്നും അല്ല, ഇവൾ ഇത്രയും നാൾ സഹിച്ചിരിക്കുകയായിരുന്നു അവിടെ. ഇപ്പൊ ഒരു അവസരം വന്നപ്പോ കറക്റ്റ് സമയത്ത് തന്നെ ഏട്ടനും ഏട്ടത്തിയും കൂടി പോയെന്ന് വിചാരിച്ചാൽ മതി. കണ്ടില്ലേ, ഞങ്ങൾ പറഞ്ഞത് എത്ര നന്നായി, മിത്രനെ കൂട്ടിക്കൊണ്ടുപോകാൻ പോയത് നന്നായില്ലേ? അല്ലെങ്കിൽ ഈ പാവം കുട്ടി എന്തെങ്കിലും കടുകെ ചെയ്തെന്തെങ്കിലോ? ഒരു പ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിച്ചതുമാണല്ലോ ഇവള്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ച ആൾക്കാർക്ക് വീണ്ടും കടുകെ ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായാലും മിത്രനെ കൂട്ടിക്കൊണ്ട നന്നായി. രാജശ്രീ പറഞ്ഞു മിത്രേ മോളെ നീ എന്തൊക്കെ പറഞ്ഞാലും അങ്ങോട്ട് പോവരുത് മോളെ, നിനക്ക് വലുത് നിന്നെ ജനിച്ചു വളർന്ന ഈ വീടാണ്, ഈ വീട്ടിലെ ആൾക്കാരാണ് നീ വലുതായിട്ട് കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് മിത്രയുടെ ഇങ്ങനെ സ്ക്രൂ കയറ്റിക്കൊണ്ടേയിരിക്കാട്ടോ രാജശ്രീ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾക്ക് ഇനി വരാൻ പോണ വീക്കെൻഡ് പ്രൊമോ, അതായത് നാളത്തെ വീക്കെൻഡ് പ്രൊമോ അല്ലേ, അതിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.